ഹായ്, ഇന്ന് പാൽപ്പൊരിച്ചത് എന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് വാനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കിട്ടിയാൽ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ആ ഒരു പാത്രം ഞാനിവിടെ ഓയിൽ തേച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പിൽ കൂടുതൽ കോൺഫ്ലവറും അതേ ഒരു കപ്പിൽ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ ഓരോ സ്ക്വയർ പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കോൺഫ്ലവറിൻ്റെ മിക്സും അതുപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ട് ആദ്യം ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിൽ നമ്മൾ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള പീസ് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാ പീസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പീസ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാം. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും. ബൈ.